ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ച് ഗൈസ് 100 രൂപ ഓർഡറാണേ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ച് സെറ്റ്. അടുത്ത 50 രൂപ ഓർഡർ. എനിക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം എന്തെന്നറിയാമോ? ഞാൻ സൺഡേ എന്നും പറഞ്ഞാണ് ഇറങ്ങിയത്, മൺഡേ ആയിരുന്നു. അപ്പം സെൽഫി ചെക്ക് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും യൂണിഫോം ഇട്ടിട്ടില്ല, മിക്കവാറും പെനാൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പെട്രോൾ തറയിൽ പോയി ഗൈസ്, അടിച്ചതിൻ്റെ കുറേയൊക്കെ തറയിൽ പോയി. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. 50 രൂപയുടെ ഓർഡറാണ്. നല്ല നോയ്സ് ഉണ്ട് കേട്ടോ, നല്ല ശബ്ദമുണ്ട്, നല്ല സൗണ്ട് ഉണ്ട്, നല്ല നോയ്സ് ഉണ്ട്. സംഭവം റാലി പോവാണ്. ബ്രസീലിന്റെ കൊടിയൊക്കെ പോണാടാ, അതാണ് നല്ല സൗണ്ട്. പോയി ഓർഡർ എടുക്കട്ടെ ഗൈസ്. ഈ മൊബൈൽ ഞാൻ എപ്പോൾ ഗ്ലാസ് മാറ്റിയാലും തറയിൽ വീഴും. ഗ്ലാസ് മാറ്റി വിത്തിൻ 2 ഡേയ്സ് തറയിൽ വീണ് 2-3 അടുത്ത് പൊട്ടി. ഞാൻ എന്നും രാവിലെ ഉറക്കം ഉണയ്ക്കുമ്പോൾ ഇത് തറയിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, കഴിച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കട്ടെ. റെഡി ഫോർ പിക്കപ്പ്. സാധനം റെഡി ആയിട്ടുണ്ട്. ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ഓർഡർ എടുത്തിട്ട് ഒരു സെൽഫി വെരിഫിക്കേഷൻ വീണ്ടും ഉണ്ടോ? അപ്പോൾ ഈ പ്രാവശ്യം എന്നെ തൂക്കും കേട്ടോ. ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല, നോക്കാം എന്തായാലും. അപ്ലോഡിങ് ഫോട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് പെനാൽറ്റി എന്തെങ്കിലും വരുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഓർഡർ റെഡിയാണ്, പോയി പിക്ക് ചെയ്യട്ടെ. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കണം. മൊബൈൽ ഇതാണ്ട് അതിൻ്റെ അടിയിലാണ്. അപ്പോൾ നമുക്കിത് ബാഗിനകത്ത് വയ്ക്കണം. ഓക്കെ, സ്നാക്സ് ഐറ്റം എന്തിനാണ് കേട്ടോ. ഇത് ബേക്കറിയാണ്, അപ്പോൾ സ്നാക്സ് ഐറ്റമാണ്. സീറ്റ് നോക്കണ്ട, നമ്മുടെ വീട്ടിലെ പൂച്ച അള്ളി കയറിയതാണ്. ബട്ട് ഇതിനകത്ത് വേറെ സീറ്റുണ്ടേ. ഇതിനകത്ത് നല്ലൊരു സീറ്റ് കവറുണ്ട്, അതിനകത്താണ് സീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള രണ്ടാമത്തെ ലെയറാണ് പൂച്ച കയറി കളഞ്ഞത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം എടുത്ത് ബാഗിനകത്തോട്ട് വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കണം ഗൈസ്. ഇതെന്തരടേ, മൊബൈൽ നല്ല ലാഗാണേ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ഈ ആപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ഭയങ്കര ലാഗാണ്. ഈ ചെറിയ ബാഗിലാണ് ഈ സാധനം ഇട്ടുകൊണ്ട് പോകേണ്ടത്. വലിയ ഓർഡർ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. ഓക്കെ, ഇങ്ങനത്തെ ഇതിപ്പോൾ ചെറിയ ഓർഡറാണ്. ഇങ്ങനത്തെ ചെറിയ ഓർഡറാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. വലിയ ഓർഡറാണ് അടിക്കുന്നതെങ്കിൽ നമ്മൾ പെടും. കൺഫേം ആണ്. കാര്യം ഈ ബാഗിനകത്ത് കൊള്ളൂലല്ലോ. ഇൻസ്റ്റാമാർട്ട് ഓർഡർ അടിച്ചാലും നമ്മൾ പെടും. അപ്പോൾ എന്തായാലും സാധനം എടുത്ത് ബാഗിനകത്ത് ഏറ്റാം. സംഭവം ഈ NH പണി നടക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇതുപോലത്തെ ഡെലിവറി റൈഡേഴ്സിനാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന റോഡ് നാളെ കാണൂല, നാളെ കാണുന്ന റോഡ് മറ്റന്നാൾ കാണൂല. ഓരോ ദിവസം ഓരോ റോട്ടിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പെട്ടെന്ന് ഇങ്ങനെ റോഡ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഇപ്പം 1 കിലോമീറ്റർ ഉള്ള ഓർഡർ ആണെങ്കിൽ നമ്മൾ 2 കിലോമീറ്ററെങ്കിലും പോവേണ്ടി വരും. അതായത് U-ടേൺ എടുക്കാനുള്ള സ്ഥലമൊന്നും കാണൂല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇതെന്ന് കഴിയും എന്ന് അറിഞ്ഞുകൂടാ. കഴിയുമ്പം എന്തായാലും അടിപൊളിയായിരിക്കും. പക്ഷെ കഴിയുന്നവരെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ എത്താറായി. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നമുക്ക് 50 രൂപ കിട്ടും. ഉള്ള ഫസ്റ്റ് പണി കിട്ടിയിട്ടുണ്ടേ. മാപ്പ് വർക്കാവുന്നില്ല, മാപ്പ് ലോഡാവുന്നില്ല ഗായ്സ്. ഇതിനകത്ത് കാണിക്കുന്ന മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വേണം പോകാൻ. ഈ ഹെവി ട്രാഫിക് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് പോകണം ഗൈസ്. ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പം ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കട്ടെ. ആർ യു ഷുവർ യു ഡെലിവേർഡ് ദ ഓർഡർ? യെസ്, ഷുവർ. ഞാൻ ഓർഡർ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓർഡറിൽ നമുക്ക് 50 രൂപ കിട്ടിയിട്ടുണ്ട്. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. ഇതെന്തോന്ന് ഡയറക്ഷനാണെന്നും വേണ്ട, നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കാം. അടുത്ത ഓർഡർ അടിക്കുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ്. അടുത്ത ഓർഡർ അടിച്ച് ഗൈസ്, രണ്ടാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. 70 രൂപയുടെ ഓർഡറാണ്. അറേബ്യൻ ടേസ്റ്റി കഫേ കഴക്കൂട്ടം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി രണ്ടാമത്തെ ഓർഡർ എടുക്കാം. സംഭവം ഞാൻ മുമ്പ് സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇവിടെയായിരുന്നു ഞാൻ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതൽ ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു. ഈ ഒരു സൈഡിൽ ഇതുപോലെ വണ്ടി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അതവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഓക്കെ, അപ്പം ഇതുവഴി നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജംഗ്ഷനിലോട്ട് പോകാം. സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് അറേബ്യൻ ടേസ്റ്റി കഫേ. അപ്പോൾ നമുക്ക് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓർഡർ ഈസ് റെഡി ഫോർ പിക്കപ്പ്. ഓക്കെ, വെരിഫൈ ഓർഡർ അല്ലേ? ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മയില്ല. ഞാൻ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മറന്നു തുടങ്ങി. എന്തായാലും വണ്ടി ഓഫ് ചെയ്തിട്ട് ഓർഡർ എടുക്കാനായിട്ട് പോവാം.
എന്തായാലും നമ്മളവിടെ പോയി പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഓർഡർ. പിക്കപ്പ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ചെറിയ എന്തൊക്കെ ആയിട്ടാണ് കാരമോട് തോന്നിക്കൽ. മംഗലപുരത്താണ് കാരമോട്. ഇവിടുന്ന് കുറച്ച് ലോങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എടുത്ത് ബാഗിനകത്ത് വയ്ക്കാം. റോഡ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാലേ ഇടാ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ. ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷൻ വരെ ഏതാണ്ട് 1-2 കിലോമീറ്റർ ഉള്ളൂ, അതിനകത്തേ ഉള്ളൂ ദൂരം. അത് കവർ ചെയ്യാൻ 10 മിനിറ്റിൽ കൂടുതൽ എടുത്തു. അത്രയ്ക്കാണ് ബ്ലോക്ക്. അനങ്ങാൻ വയ്യാത്ത ബ്ലോക്കാണ്. ആണെങ്കിൽ മൊബൈൽ ഹോൾഡർ ഇല്ല, അതുകൊണ്ട് വണ്ടിയുടെ ടാങ്കിൻ്റെ മണ്ടയ്ക്കാണ് മൊബൈൽ വെച്ചേക്കുന്നത്. താഴെ പോകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്കിങ്ങനെ വെച്ച് ശീലമായി. ഓക്കെ, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ജിയോ മാർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെയാണ് മൊബൈൽ വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ മാപ്പ് നോക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും എന്നും ഒരാൾക്ക് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് സ്ഥിരം കസ്റ്റമർ ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഓടി നമ്മൾ വെട്ടവും വെളിച്ചവും ഒന്നുമില്ലാത്ത റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1 കിലോമീറ്റർ കൂടെ ഉണ്ട് കസ്റ്റമറിൻ്റെ അടുത്തേക്ക്. എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓർഡർ കംപ്ലീറ്റ് ആയി നമുക്ക് 70 രൂപ കിട്ടും. റിട്ടേൺ ഏർണിങ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. ഇനി അതുകൂടി ചേർത്തിട്ടാണോ 70 എന്ന് അറിഞ്ഞൂടാ. മുമ്പൊക്കെ ആണെങ്കിൽ റിട്ടേൺ ഏർണിങ്സ് ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് റിട്ടേൺ ഏർണിങ്സിൻ്റെ ഓപ്ഷൻ കാണിച്ചില്ല. അങ്ങനെ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ട്. ഇൻ്റർലോക്ക് വഴി കയറിപ്പോകാനാണ് പറഞ്ഞത്. ഇതാണ് ABC അരീന. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കസ്റ്റമറോടെ ഇപ്പോൾ ഉണ്ട്. 70 രൂപ കിട്ടി കേട്ടോ. 20 രൂപ ടിപ്പ്, 25 ബോണസ്, 70 രൂപ. ഇത് സോണിന് പുറത്താണ്, പക്ഷേ റിട്ടേൺ ഏർണിങ്സ് ഒന്നും വന്നിട്ടില്ല. ഇനി റിട്ടേൺ ഏർണിങ്സ് എടുത്ത് മാറ്റിയെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഓർഡർ അടിക്കണമെങ്കിൽ നമ്മൾ സോണിലോട്ട് പോകണം. നമ്മുടെ സോണല്ല, നമ്മൾ സോണിൽ നിന്നൊരു 2 കിലോമീറ്റർ വെളിയിലാണ്. അപ്പം സോണിനകത്ത് പോയാലും ഇനി അടുത്ത ഓർഡർ അടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സോണിനകത്തോട്ട് പോവാം. എടാ, ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാ, ഇൻസെൻറ്റീവിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. മുമ്പ് ഇൻസെൻറ്റീവിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇൻസെൻറ്റീവ് ഇല്ലേ? ഇൻസെൻറ്റീവ് എടുത്ത് കളഞ്ഞോ? ഇൻസെൻറ്റീവ് ഇല്ലേടാ ശരിക്കും? അറിയാൻ വയ്യ. ഞാൻ മുമ്പൊക്കെ ഇട്ട വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാളായിട്ട് സ്വിഗ്ഗി ഓടാത്തത് കൊണ്ട് എനിക്കതിൽ വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാനതിന് മറുപടി കൊടുത്തിട്ടില്ല. ഇന്ന് ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ലോഗിൻ ചെയ്തപ്പോഴാണ് ഇതിനകത്ത് ഇൻസെൻറ്റീവിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. എനിക്കൊന്ന് ഇൻസെൻറ്റീവ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം നിലവിലെ സാഹചര്യം വെച്ചിട്ട് എല്ലാ ഡെലിവറി പ്ലാറ്റ്ഫോംസും അത്യാവശ്യം നന്നായിട്ട് പൈസ വെട്ടി കുറയ്ക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. കാര്യം ഇൻസെൻറ്റീവ് പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാവരും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. കാര്യം പെട്രോൾ അടിക്കേണ്ടത്. പെട്രോൾ അടിക്കുന്ന പൈസ നമ്മൾ ഇൻസെൻറ്റീവിലാണ് കണ്ടെത്തുന്നത്, ഇൻസെൻറ്റീവ് വഴിയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, നമ്മൾ കയ്യിൽ നിന്നിട്ട് പെട്രോൾ അടിക്കേണ്ടി വരും. മൂന്നാമത്തെ 50 രൂപയുടെ ഓർഡർ അടിച്ചിട്ടുണ്ട്. അൽസായി എന്നാണ് അടിച്ചത്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കണം. ടൈം ഫോർ ടീഷർട്ട് ആൻഡ് ബാഗ് ചെക്ക്. എൻ്റെ കയ്യിൽ ടീഷർട്ടും ഇല്ല, ബാഗും ഇല്ല. സോ നമുക്ക് അവിടെ ഒരു ബാഗ് കാണുന്നുണ്ട്, അവിടെ പോയിട്ട് എടുക്കാം. ബാഗ് കൊണ്ടുവരാത്ത അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം പോണ വഴിക്ക് ആരുടെയെങ്കിലും കയ്യിൽ ബാഗ് കാണും. ബാങ്കിൽ റൈഡർ അവിടെ ഇരിപ്പുണ്ടായിരിക്കും, അതായത് ബാങ്കിൽ ഡെലിവറി ബോയ് അവിടെ ഉണ്ടായിരിക്കും. അവരടുത്ത് പോയിട്ട് അവരെ ബാഗിൻ്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെനാൽറ്റി ഉണ്ടാവില്ല, നമുക്ക് ബാഗിൻ്റെ പടവും ആവും. അങ്ങനെ ഉണ്ട് ഐഡിയ. എങ്കിലും സ്വന്തമായിട്ട് ബാഗ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. കാര്യം ഇതുപോലത്തെ കുഞ്ഞു ബാഗിലാണെങ്കിൽ ഒരുപാട് ഐറ്റമൊക്കെ ഒരുമിച്ച് കിട്ടിയാൽ കൊണ്ടുപോകാൻ പാടായിരിക്കും. ഒരു ബൾക്ക് ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കൊണ്ടുപോകാൻ. ഞാൻ ബൾക്ക് ഓർഡർ കിട്ടല്ലേ എന്നാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നേരത്തെ വന്ന ആ സംഭവം കണ്ടല്ലേ, ബാഗ് ആൻഡ് ടീഷർട്ട് ചെക്ക്, അതൊന്നും കൂടെ വന്നേ ഞാൻ പെടും. കാരണം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാളുടെ കയ്യിൽ ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി അടുത്തടുത്ത് പോകുമ്പോൾ അവിടെ ആരും കാണാനില്ല, ബാഗും കാണൂല. സോ ഞാൻ പെടും. ഓർഡർ റെഡിയായി. ഇതിനകത്ത് പോയി നമ്മൾ പിക്ക് ചെയ്യണം. അത് ഇവിടെ ആളായി കേട്ടോ, അത്യാവശ്യം തിരക്കായി. ഇതാണ് കേസ്. കഴക്കൂട്ടത്ത് ഇഷ്ടംപോലെ പേരുണ്ട് ഡെലിവറി ഓടാൻ. അതിനി സൊമാറ്റോ ആയാലും സ്വിഗ്ഗി ആയാലും ഒരുപാട് ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാൻ. അതാണ് ഈ സോണിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുക്കണോ അതോ അവരെടുത്ത് തരൂ? എടുത്തോ, അതായിരിക്കും. സാധനം കിട്ടി. അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കേണ്ടതായിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത് ബാഗിനകത്ത് കയറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ബാഗിനകത്ത് വെക്കാം. സ്ഥലം എവിടെടാ? സ്ഥലം നോക്കിയാ ഞാൻ. പുത്തൻതോപ്പ്. കുറച്ച് ലോങ് ഓർഡറാണ്. സാമിന സമിന ഏ ഏ വക്ക വക്ക ഏ ഏ സാമിന സമിന സാമിന സമിന സാമിന സമിന സാമിന സമിന
അപ്പൊ ഗായ്സ് നമ്മൾ പുത്തൻതോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അമ്മേ ഇവിടെ ഒരു കുഴിയിൽ വീണ്ടാ. ഞാൻ വിചാരിച്ച് വണ്ടി ഒടിഞ്ഞു പോയത് പകുതി. എന്തൊരു കുഴിയുടെ ഇത്. What the fuck കുഴി is this guys? ഫക്ക് കുഴി സമന വക്ക ട്രാഫിക് ആണല്ലോ ഈ ഇട റോട്ടിൽ. എന്തിനാടാ ട്രാഫിക്? ഈ ചെറിയ റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് രാത്രി ആകുമ്പോഴത്തേക്ക്. അതായത് മെയിൻ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇട റോട്ടിൽ കൂടെ പോകാൻ നോക്കും. അപ്പോൾ ഇട റോഡ് ഫുള്ള് ബ്ലോക്ക് ആവും. സോ നമ്മളെ പോലത്തെ പാവം പിടിച്ച ഡെലിവറി ബോയ്സ് വഴിയാതാരാവും. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാതെ റോട്ടിൽ കിടന്ന് പേനായി. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. സ്ഥലത്തെത്തി റീച്ച്ഡ് ഡെലിവറി ലൊക്കേഷനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഡെലിവറി ഇൻസ്ട്രക്ഷൻ 2 കണ്ണും 1 മൂക്കും. നോട്ട് ഫ്രം ദ കസ്റ്റമർ. ഇമ്പോർട്ടൻ്റാ. ഓക്കെ ഗോട്ട് ഇറ്റ്. എന്തായാലും നമുക്ക് കോൾ ചെയ്ത് നോക്കാം കസ്റ്റമറിന്. ഇനി പറ്റിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടാണോ എന്ന് അറിഞ്ഞൂടല്ലോ. എനിക്കിതിന് മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് ഗൈസ്. ആ ഡെലിവറി നമ്മൾ കൊടുത്തു. സംഭവം കസ്റ്റമർ തൊട്ട് മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ആ ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് 50 രൂപ കിട്ടി. സോ 3 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ പെട്ടെന്ന് 3 കാണിച്ച് 2 ആയിപ്പോയി, സോറി. അപ്പോൾ നമ്മൾ 3 ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 170 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് സോണാണ്. നമ്മൾ തിരിച്ചിട്ട് സോണിലോട്ട് പോകണം. മുമ്പ് ഔട്ട് ഓഫ് സോണിൽ പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്ട്രാ പൈസ കിട്ടുമായിരുന്നു. ഒരു 15-20 രൂപയൊക്കെ എക്സ്ട്രാ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതുമില്ല, ഇൻസെൻറ്റീവും ഇല്ല. സ്വിഗ്ഗിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 4ാമത്തെ ഓർഡർ അടിച്ച് 100 രൂപ ഓർഡറാണേ. 2 പിക്കപ്പ് ഉണ്ട് കേട്ടോ. ഒരിടത്ത് തന്നെ 2 ഉണ്ടേ. അൽസാജ് നമ്മൾ നേരത്തെ പോയ അൽസാജിൽ തന്നെ 100 രൂപയുടെ ഓർഡർ അടിച്ചിട്ടുണ്ട്. എനിക്ക് 50 വെച്ച് 2 സ്ഥലത്ത് കൊടുക്കാനായിരിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കസ്റ്റമർ ഓർഡർ ഇട്ട് അങ്ങ് കാട്ടിനകത്താണ് ലൊക്കേഷൻ വെച്ചിരുന്നത്. അങ്ങേര് ഭയങ്കര ദൂരെ ഒരു കായൽ ഏരിയ. അവിടെ ഞാൻ കൊണ്ടുപോയി ഫോൺ വിളിച്ചു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. പേര് ഗോസ്റ്റ് എന്നാണ്, കസ്റ്റമറിൻ്റെ പേര് ഗോസ്റ്റ് എന്നാണ്. ഇത് അഡ്രസ്സ് ഗോസ്റ്റ് ഹൗസ്. സ്ഥലം ഇങ്ങനെ ലൊക്കേഷൻ വെച്ചേക്കണം ഒരു കാട്ടിനകത്ത്, ഒരു കായൽ, കുറേ പൊളിഞ്ഞിടക്കുന്ന വീടൊക്കെ ഉള്ള ഒരു ഏരിയ, ഒരു ഹോണ്ടഡ് സ്ഥലം. അപ്പോൾ അവിടെ ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് കസ്റ്റമർ വിളിക്കുന്നു, കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല. ഞാൻ കുറേ നേരം സ്വിഗ്ഗി സപ്പോർട്ട് ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരും കസ്റ്റമറെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. സോ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. തിരിച്ച് ഈ സാധനം റെസ്റ്റോറൻറ്റിൽ കൊണ്ടു കൊടുക്കാനും പറഞ്ഞു. ഞാൻ വെറുതെ അതുവരെ പോയി. അതൊരു പേടിപ്പെടുത്തുന്ന സ്ഥലം. ഇപ്പം നമ്മളെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒരു ഇവിടെ ഇപ്പം നൈറ്റ് ഓടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരെ കാര്യം ആലോചിക്കണം. അവരൊക്കെയാണ് ഈ ഓർഡർ കൊണ്ട് പോകണമെങ്കിൽ അവിടെ പോയി പെട്ടു പോകൂലേ, പേടിച്ചു പോകൂലേ. സത്യമായിട്ട് അത് അവരുടെ കാര്യമല്ലേ. ഏത് മനുഷ്യനാണേലും ഒന്ന് വരണ്ടു പോകും. ആ സ്ഥലത്ത് രാത്രി ചെന്ന് പെട്ടുവോ, വെട്ടോ വെളിച്ചോ ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. നമ്മളെ ബൈക്കിൻ്റെ വെട്ടം മാത്രമുണ്ട്. അതും കിലോമീറ്ററിലോളം വീടില്ല, ഒന്നുമില്ല. കായലും കുറേ കാട് മാത്രമല്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ കഴിഞ്ഞ ഓർഡറിൽ എനിക്കൊരു ടെൻഷൻ ആദ്യം ഉണ്ടായത്. അങ്ങനെ നമ്മൾ അൽസാജിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കായി കേട്ടോ. നേരത്തെ ഇവിടെ നിന്നേനേക്കാളും ആൾക്കാരുണ്ട് ഇപ്പോൾ. മാർക്കട് റീച്ച്. ഓക്കെ, ആദ്യത്തെ ഒരു ഓർഡർ എടുത്തിട്ട് 2ാമത്തെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇതുവരെ റെഡി ആയിട്ടില്ല. സോ അത് റെഡി ആവുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. നല്ല തിരക്കുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പേരുണ്ട് ഓടാനായിട്ട്. അപ്പോൾ 2 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് എടുത്ത് ബാഗിനകത്ത് വയ്ക്കണം. നേരെ കസ്റ്റമറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, ഡെലിവറി ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം 1508 എന്ന് പറയുന്ന റൂം നമ്പർ എത്രാമത്തെ ഫ്ലോറിലാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഇതിൽ ഏത് ലിഫ്റ്റിൽ പോയാലാണ് അവിടെ എത്തുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു മനുഷ്യനുമില്ല ചോദിക്കാൻ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, 1508 എന്ന് പറയുന്നത് എനിക്കൊന്ന് 15ാമത്തെ നിലയിലായിരിക്കും. 15ാമത്തെ നിലയിൽ 8ാമത്തെ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. കുറേ നാൾ മുമ്പ് വന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം
എന്തായാലും ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സമയത്ത് ഡ്രീം വണ്ടിയായിരുന്നു കേട്ടോ, അത് RR 310. ഒരു ചേത്തൊക്കെ ഇരിപ്പുണ്ട്. കുറേ വണ്ടികൾ പാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. കുറേ നാൾ എടുക്കാതെ കുറേ വണ്ടികളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആദ്യം. 15ാമത്തെ നിലയിലായിരിക്കണം. ഇതിൽ 15 നില ഉണ്ടോ എന്തോ അതും അറിയാൻ വയ്യ. നമുക്ക് തുറന്ന് നോക്കാം, ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാവൂ. ഇവിടെ വന്ന് ലിഫ്റ്റിൽ ഞെക്കിയേ, കണ്ട 12 കിടക്കണേ ഉള്ളൂ. കണ്ടോ 9, 6 കേട്ടോ. ഇതിൽ 15 നില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, 12 ഉള്ളെന്നാണ് തോന്നുന്നത്. എന്നാലും എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം. ആരുമില്ലാത്ത ലിഫ്റ്റ് ഗൈസ്. ഓക്കെ, ഹലോ ഹിഹി. ഇപ്പോൾ എന്തായാലും 15ാമത്തെ നമ്പർ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം ഗൈസ്. യെസ് ഗൈസ്, 18 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് 15ലാണ് പോകാനുള്ളത്. ഓ ഷിറ്റ്, അതിന് മുമ്പേ നമുക്ക് കാർഡ് കാണിക്കണം. സെക്യൂരിറ്റി നമുക്കൊരു കാർഡ് തന്നായിരുന്നു. ഈ കാർഡ് അത് ഇവിടെ വെക്കണം. യെസ്, ഇവിടെ വയ്ക്കണം. ഓക്കെ, നമ്മൾ 15 ഞെക്കണം. ഓക്കെ, 15 ഞെക്കി അടയ്ക്കൂ. 1508 ഇവിടെ അല്ല, ഇവിടെ 1504 വരെ ഉള്ളൂ. 1508 തോണ്ട അപ്പുറത്താണ്, അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് 1508. ഇനി തിരിച്ച് താഴോട്ട് പോവാം. ഓക്കെ, തുറക്കാൻ എത്ര പാട്. തുറക്കടാ. കാറിൻ്റെ അടുത്ത് കൈ വയ്ക്കട്ടെ, കോൺഫിഡൻറ്റ്. ഓക്കെ, നമുക്ക് 0 പോവാം ഗായ്സ്. ഓക്കെ, ബൈ. എടാ, സംഭവം ഇതെനിക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്നതല്ല. എനിക്ക് മുമ്പും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നെന്ന് വെച്ചാൽ താഴെ ആരെങ്കിലും കാണും. അപ്പം നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ ലിഫ്റ്റിൽ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ആരെങ്കിലും കാണും, എന്തായാലും ഒരു മനുഷ്യൻ കാണും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കും, ബ്രോ ഇത് എവിടെയാണെന്ന് ചോദിക്കും. പക്ഷേ ഈ പ്രാവശ്യം ആരും ഉണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ഓക്കെ, ക്ഷമിക്കുക, നമുക്ക് എന്തായാലും അപ്പുറത്ത് പോവാം. എന്തായാലും നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് ഇതിൻ്റെ നടുമുറ്റം. ഓക്കെ, നടുമുറ്റം ഇതെന്തോന്നു, ഇത് മറ്റേ വാട്ടർ പൊങ്ങണം, വെള്ളം ഇങ്ങനെ പൊങ്ങിത്തത് ഫൗണ്ടേഷൻ, അങ്ങനെ എന്തോ സംഭവം ഇല്ലേ, അതാണെന്ന് തോന്നുന്നു ഗൈസ്. അമ്പരച്ചുംബിയായ ബിൽഡിങ്ങിൻ്റെ നടുവിൽ കൂടി നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇതൊക്കെ ഇപ്പോഴല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ട് ഗൈസ്. ഇത് 11 കിടക്കുന്നേ ഉള്ളൂ, ഇനി ഇത് താഴോട്ട് വരണം. ഇതാ അപ്പുറത്ത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കിടക്കുന്നു. ഞാൻ മണ്ടറാണോ അവിടെ? ഞാൻ വെച്ച് ഒരു ലിഫ്റ്റേ വർക്കിംഗ് ആവുള്ളൂ, അപ്പുറത്ത് 2 ഒന്നേ വർക്കിംഗ് ആവുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വെച്ച് ഇവിടെ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാർഡ് വയ്ക്കുന്നു, 15 ഞെക്കുന്നു. അപ്പം അടയട്ടെ, നമുക്ക് 15 പോവാം. സോ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ കറക്റ്റായിട്ട് 1508 തന്നെ ഡെലിവറി കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് 2 ഡെലിവറി കൊടുക്കാണ്ട് ഇത് കൊടുത്താലേ നമുക്ക് അടുത്ത കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഗൈസ്. ഇപ്പം ഇത് തന്നെ നല്ല ഡിലേ ആയി. ഇതാ ഇവിടെ ഒരു മൊബൈൽ ഫോണൊക്കെ ഇരിപ്പുണ്ട്, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയാൽ വിളിക്കാനായിരിക്കും. ഡു നോട്ട് ഫ്ലഷ് ദീസ് ഐറ്റംസ്, ക്ലോത്ത്സ്, റാക്സ്, സാനിറ്ററി പാഡ്സ്, കോണ്ടംസ്, വെറ്റ് വൈപ്സ്, ഡയപ്പേഴ്സ്, കോട്ടൺ ബഡ്സ്, ഹെയർ, എനിത്തിങ് പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊന്നും നമ്മൾ ഫ്ലഷ് ചെയ്യാൻ പാടില്ല. എന്തോന്ന് സ്വിഗ്ഗിന്ന് അലേർട്ട് കേട്ടോ, 2ാമത്തെ ഓർഡർ ഡിലേ ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അലേർട്ട് കേട്ട്. എന്തായാലും ഇത് കൊടുത്താൽ ഫസ്റ്റ് കൊടുത്താൽ 2ാമത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കാം ഗായ്സ്, 1506, 1507, അപ്പോൾ അത് 1508. യെസ്, നമ്മളത് സക്സസ്ഫുള്ളായിട്ട് 1508 എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കിനി കോളം ബില്ലടിക്കാം. ആ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് വേണം. അങ്ങനെ നമ്മൾ ആ ഓർഡർ സക്സസ്ഫുള്ളായിട്ട് കൊടുത്തൊരു ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാം ഗായ്സ്. അപ്പോൾ നമുക്കിനി അടുത്ത ഓർഡർ 5, അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അസറ്റ് ഹോം സിഗ്നേച്ചർ, കഴക്കൂട്ടം, മേനംകുളം. അപ്പോൾ ഈ റോഡ്, നമ്മൾ വന്ന റോഡ് നേരെ പോകണം കേട്ടോ, തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് താഴോട്ട് പോയോ, കാർഡ് വയ്ക്കാൻ മറന്നുപോയി, സോറി. കാർഡ് വയ്ക്കട്ടെ. കാർഡ് എവിടെടാ, പോക്കറ്റ് ഇരിക്കുന്ന കാർഡ്. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് 0 പോകാം ഗായ്സ്. ഓക്കെ. എന്താ സൗണ്ട് കേൾക്കുന്നത് ഇതിൽ നിന്ന്? എടാ, ഇതൊരുമാതിരി ലിഫ്റ്റ് ഉണ്ടല്ലോടാ, ഈ ലിഫ്റ്റ് പേടിപ്പിക്കും കേട്ടോ സംഭവം. ഇത് നമ്മൾ കയറാൻ ബാഗ് വരുമ്പോൾ ഗ്രൈൻഡർ ഓൺ ആക്കുമ്പോൾ അത് സൗണ്ടാണ്. ഈ സൗണ്ട് ആക്കുമ്പോൾ നമ്മൾ പേടിക്കും കേട്ടോ. അതല്ല, ഞാൻ ഇവിടുത്തെ ലിഫ്റ്റിൽ മാത്രമേ ഈ സംഭവം ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഫ്രീക്കനാണ് ഗൈസ്, കണ്ടോ, 2 കീറലൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ഡെലിവറി കൊടുക്കാനായിട്ട് പോവാം. 2ാമത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബൈക്ക് വെക്കാമോ എന്തോ, ഓൾറെഡി ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അങ്ങ് വെച്ചെന്നേ ഉള്ളൂ.
ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വെക്കാൻ പാടില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും പാർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ അങ്ങ് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡെലിവറി കൊടുക്കാനായിട്ട് പോവാം. ഇതാണ് ടവർ 6. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് കൊടുക്കേണ്ട ഫ്ലാറ്റ് നമ്പർ എത്രയാണെന്ന് നോക്കട്ടെ. റീച്ച്ഡ് ലൊക്കേഷൻ. ഓക്കെ ഗൈസ്, ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻറ്റ് ഒന്നുമില്ല, ബട്ട് ഗോട്ട് ഇറ്റ്. കളക്ട് പേയ്മെൻറ്റ് 168 രൂപ. 14 സീലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് 14 സീലോട്ട് പോവാം. ഇതെന്തോന്ന് പറയുക, ഫിഷ് ടാങ്കല്ല കേട്ടോ, പക്ഷെ കല്ല് കിടപ്പുണ്ട്. അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ കിടപ്പുണ്ട്. ബട്ട് ദിസ് ഇസ് നോട്ട് എ ഫിഷ് ടാങ്ക്. ഓക്കെ ഗൈസ്, നമുക്കപ്പം അത് 8 കിടക്കുകയാണ്, ഇത് 5 കിടക്കുകയാണ്. അപ്പം നമുക്ക് 14 പോകാനുള്ള. അപ്പോൾ 5 ഞെക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വരുള്ളൂ. ഇപ്പോൾ താഴോട്ട് വരുന്നുണ്ട്. 4 3 2 1 0. തുറക്ക് സീസേ, തുറക്ക്. ഈ ബിരിയാണി പെട്ടെന്ന് 5 കൊണ്ട് കൊടുക്കണം, പെട്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ബി നിലവറ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 14 ഇപ്പോൾ ഉള്ള 14 ഞെക്കാം. ഇവിടെ നിന്ന് ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. സാധാരണ മുമ്പൊക്കെ നമ്മൾ ഡെലിവറിക്ക് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ലിഫ്റ്റിൽ കൂടെ കാണുമായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെലിവറി ബോയ്സ് ഒക്കെ കാണുമായിരുന്നു. ഇപ്പോൾ ആരെയും കാണാനില്ല, ആൾക്കാരൊക്കെ എവിടെ പോയോ എന്തോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്യാമറ ഉണ്ട്. ചെറിയ ലിഫ്റ്റ് കേട്ടോ, ചെറിയ ലിഫ്റ്റ്. മുമ്പ് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീലിലും ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ കാണുമായിരുന്നു, ലിഫ്റ്റ് പൊട്ടി വീണ് കഴിഞ്ഞാൽ താഴെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ കിടക്കാനുള്ള സ്ഥലം ഇല്ല ഗൈസ്, ഇവിടെ ഇരുന്നിട്ട് കാല് കിട്ടാനുള്ള സ്ഥലം പോലും ഇല്ല. ഇവിടെ ഈ ലിഫ്റ്റൊക്കെയാണ് പൊട്ടി വീണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? കിടക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഞാൻ അത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു ചെറിയൊരു ഭയം, എങ്ങാനും പൊട്ടി വീണാലോ. ചാൻസ് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ 14 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി എടുക്കാനായിട്ട് പോകാം. ഓക്കെ ഗൈസ്, 168 രൂപ കസ്റ്റമർ ജിപേ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റഡ്. ഓക്കെ ഗൈസ്, അതിപ്പം എത്ര റേറ്റിക്കാണ് നമുക്ക് 100 രൂപ പ്ലസ് വല്ലതും കിട്ടുമോ, അതോ കറക്റ്റ് 100 രൂപ കിട്ടുമോ എന്തോ അറിയാൻ വയ്യ. യെസ് ഗൈസ്, കറക്റ്റ് 100 രൂപ തന്നോളൂ. 1 രൂപ പോലും കൂടുതൽ തന്നില്ല ഗൈസ്. നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബി നിലവറ വീണ്ടും തുറന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും 0 കുത്താം, താഴോട്ട് പോകാം ഗൈസ്. പെട്ടെന്ന് താഴോട്ട് പോകാം. നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ചുറ്റും പോണ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ പരപരാൻ നോക്കും. ഇവനെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന? അപ്പോൾ നോക്കുമ്പോൾ ക്യാമറ, വ്ളോഗർ. എല്ലാവരും വ്ളോഗറാണ്. ഈ സമയത്ത് എല്ലാവരും വ്ളോഗറാണ്. ഇവൻ കൊച്ചു പിള്ളേർ വരെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്. ഇങ്ങനെ ക്യാമറ എടുത്ത് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓർഡർ അടിച്ചിട്ടുണ്ട്. 4ാമത്തെ ഓർഡർ ഫുഡ് ലാൻഡ്. ഓക്കെ, 50 രൂപയുടെ ഓർഡറാണ്, അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ലാൻഡിൽ എത്തിയിട്ടുണ്ട്. സോ റീച്ച് കൊടുക്കാം. ഫുഡ് റെഡിയാണ് കേട്ടോ. വീണ്ടും സെൽഫി എടുക്കാൻ പറയുന്നത്. ഇതെന്താടേ ഈ പ്രാവശ്യം മിക്കവാറും യൂണിഫോം ഇല്ലെങ്കിൽ പെടുമെന്നാണ് തോന്നുന്നത്. പോയി ഓർഡർ പിക്കിയിട്ടുണ്ട് ഗൈസ്. പിക്കപ്പ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും അത് കൊടുക്കാം. പിക്കപ്പ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം ഫുഡ് ലാൻഡിൽ നിന്നുള്ള ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഷാരോൺ, ഗ്രീൻ പേൾ റെസിഡൻസി, കഴക്കൂട്ടം. പിന്നെ എന്തായാലും അങ്ങോട്ട് പോവാം. ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഒരു 5 മിനിറ്റോളം അവിടെ പോസ്റ്റായി. അതിന് ശേഷമാണ് പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചത്, ബ്രോ എവിടെയാ ബ്രോയെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ ഉണ്ട്, കറക്റ്റ് ലൊക്കേഷനിലുണ്ട്. എവിടെ ഞാൻ പറഞ്ഞു ഗ്രീൻ പേൾ. അപ്പോൾ പറഞ്ഞു അയ്യോ സംഭവം മാറിപ്പോയി ബ്രോ, ഞാൻ അവിടെ താമസം മാറി, വെച്ച സ്ഥലം മാറിപ്പോയി. ഓക്കെ, കൊണ്ടു കൊടുക്കാം, എനിക്ക് സ്ഥലം അറിയാം. സോ പുള്ളിക്കാരൻ റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം. കസ്റ്റമർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. പുള്ളിയാണ് കസ്റ്റമർ. അപ്പോൾ പുള്ളിക്കാരൻ ഓർഡർ കൊടുത്ത് പുള്ളിക്കാരൻ ഓർഡർ കൊണ്ട് പോയി. ഉടനെ നമുക്ക് 50 രൂപയുടെ അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട്. കോട്ടയം കിച്ചൺ. നമ്മൾ കോട്ടയം അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. കോട്ടയം അടുക്കള
കോട്ടയം അടുക്കള, ഫ്രൈഡ് റൈസ് 119, നൂഡിൽസ് 119. ഓക്കെ, അപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്, പോയി കളക്ട് ചെയ്യാം. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം കൊടുക്കേണ്ടത് സുമോദ് മോസസ്, അത് ഹിന്ദിക്കാരനാണ് കേട്ടോ. നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, 4 സ്ക്വയർ ഇൻ. അപ്പോൾ റിസപ്ഷൻ എന്നാണ് കൊടുത്തേക്കുന്ന. ഇവിടെ റിസപ്ഷൻ എവിടെയാണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോയി അങ്ങനെ ആ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റിസപ്ഷനിലായിരുന്നേ. അപ്പോൾ 130 രൂപ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കൈ വെച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഓർഡർ ഏണിങ്സിൽ നിന്ന് പിടിക്കും. അപ്പോൾ ഞാൻ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തില്ല, ജസ്റ്റ് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കട്ടെ. എത്ര രൂപ കിട്ടിയെന്ന് അറിയണമല്ലോ. 50 രൂപയായിരിക്കും. നമുക്ക് 11 നിൽക്കാൻ പറ്റൂല, 10:30 പോകണം. ബിക്കോസ് ഇന്ന് അർജൻറ്റീനയുടെ കളിയുണ്ട്. സോ അത് കാണാനായിട്ട് പോകണം. സോ നമുക്കിതിൽ നിന്ന് 50 രൂപ കിട്ടി. 50 രൂപ, 1 രൂപ പോലും കൂടുതൽ ഇട്ടാൻ പോകണില്ല. അടുത്ത ഓർഡർ അടിച്ച് സെറ്റ്. അടുത്ത 50 രൂപ ഓർഡർ കോട്ടയം കിച്ചണിൽ നിന്ന് തന്നെയാണ് വീണ്ടും അടിച്ചത് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പോയി പിക്ക് ചെയ്യണം. ലാസ്റ്റ് ഓർഡറാണേ. 10% ചാർജ് കൂടെ ഉള്ളൂ ഫോണിൽ. ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓർഡർ കൊടുത്ത് തീർക്കണം. ഓക്കെ ഗായ്സ്, പോവാം. വീണ്ടും കോട്ടയം കിച്ചൺ ഗൈസ്. ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ? അടുത്ത മൺവിളയിലാണ് കേട്ടോ, കൊളത്തൂര്. ഇതും കൂടെ കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ആവും ഗൈസ്. ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിടത്താണ് 100 ടവർ. ഇവിടെയാണ് സാധനം കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം റീച്ച്ഡ് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഓർഡർ. സമയം 10:20 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓഫ്ലൈൻ ഇപ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഓർഡർ അടിക്കും. ആറ് മണി തൊട്ട് 10 മണി വരെയാണ് നമ്മൾ ഓടിയത്. അപ്പോൾ 420 രൂപ ടോട്ടൽ നമ്മൾ ഓടിയെടുത്തു. ഓക്കെ, 4 മണിക്കൂർ കൊണ്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇൻസെൻറ്റീവ് ഇല്ല. ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടിയേനെ. ഇപ്പോൾ ഇൻസെൻറ്റീവ് ഇല്ല, എന്തുകൊണ്ടോ ഇല്ല. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഗൈസ്, അപ്പം സ്വിഗ്ഗിയുടെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഞാനിന്ന് കുറേ നാളുകൾക്ക് ശേഷം ഓടിയോണ്ടാണ് എനിക്ക് 25 രൂപ എക്സ്ട്രാ കിട്ടിയത്. അല്ലെങ്കിൽ ഇന്ന് സർജും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ 15 രൂപ 7 രൂപ എന്തോ സർജ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇന്ന് സർജൊന്നുമില്ല. ഇവിടെ നോർമൽ ഓടുന്ന ആൾക്കാർക്കൊക്കെ മിനിമം 25 രൂപ തന്നെയാണ് കിട്ടുന്നത്. ഇന്ന് എനിക്ക് എല്ലാത്തിലും 50 കിട്ടുന്നത്. ഞാൻ കുറേ നാൾ ഓടാതിരുന്ന ഓടിയോണ്ടാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇതേ ഉള്ളൂ. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവാറായി. ഓക്കെ, എനിക്കും കറക്റ്റ് സംസാരിക്കാനൊന്നും വയ്യ ഗൈസ്. നല്ല വിശപ്പോടെ ഒരു വീട്ടിൽ പോയി വല്ല കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ബൈ ഗൈസ്, ബൈ. റിസപ്ഷൻ എവിടെയാണെന്ന് നോക്കാം. ഓക്കെ.